ദൈവകൃപ നിറഞ്ഞു നിൽക്കുന്ന നല്ല സന്ദർഭത്തിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ കർത്താവിനെ, ആ ദൈവകൃപയെ ഓർത്ത്, ദൈവ സാന്നിധ്യത്തെ ഓർത്ത്, പരിശുദ്ധാത്മ നിറവിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവികമാകുന്ന അപ്പോയിൻമെൻറ്റുകളുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. ദൈവം ഓരോ വ്യക്തികളെയും കർത്താവ് അപ്പോയിന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം എന്നെ നിങ്ങൾക്ക് മുകളിലായി ഈ പ്ലാറ്റ്ഫോമിൻ്റെ ശുശ്രൂഷയിലേക്ക് എന്നെ കർത്താവ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയോ ആയി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളെ കർത്താവ് വീട്ടിൽ അപ്പോയിന്റ് ചെയ്തപ്പോൾ തന്നെ നിങ്ങളെ പൊതുജനത്തിൻ്റെ പ്രയോജനത്തിനും കൂടെ വേണ്ടി ശുശ്രൂഷകരായിട്ടോ സുവിശേഷകനായിട്ടോ മറ്റേതെങ്കിലും ഒരു സേവന മേഖലയിലോ നിങ്ങളെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. ദൈവം എവിടെ ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്താലും, എവിടെ അപ്പോയിന്റ് ചെയ്താലും, എന്തായിട്ട് ദൈവം അപ്പോയിന്റ് ചെയ്താലും അതിൻ്റെ പിന്നിൽ ഒരു ദൗത്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിനൊരു പദ്ധതി ഉള്ളതുപോലെ തന്നെ നമുക്ക് ദൈവം ഒരു ദൗത്യം തന്നിട്ടുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 11 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നിയമത്തെ അനുസരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മളെ നിയമിച്ചിരിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ബൈലോ ഒന്നും എഴുതി തയ്യാറാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ എങ്ങനെ നിൽക്കണം, അവർ സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം, അവർ നെയ്ബേഴ്സിനോട് എങ്ങനെ ആയിരിക്കണം, അവർ അപ്പയോട് എങ്ങനെ ആയിരിക്കണം, അമ്മയോട് എങ്ങനെ ആയിരിക്കണം, നമ്മൾ തന്നെ ഒരു റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ മൈൻഡിലാണ് നമ്മൾ ആ റൂൾ ഉണ്ടാക്കിയേക്കുന്നത്. അതിന് വിപരീതമായിട്ട് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും വരിക? നമ്മൾ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ റൂൾസ് വയലേറ്റ് ചെയ്തു എന്നറിയുമ്പോൾ നമ്മൾ ആ കുഞ്ഞിനെ ശാസിക്കും. ശരിയല്ലേ? അതുപോലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിയമക്കൂടിനകത്താണ് കർത്താവ് നമ്മെ സ്വാതന്ത്ര്യത്തോടുകൂടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ദൈവം ഈ നിയമം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തെ കട്ട് ഡൗൺ ചെയ്യുന്ന നിയമമല്ല, നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു നിയമമുണ്ട്. ആ നിയമത്തിനകത്തൊരു വ്യക്തി തുടരണമെന്നുണ്ടെങ്കിൽ ദൈവം ആക്കി വെച്ച ആ ഒരു പൊസിഷനിൽ നമുക്ക് നിൽക്കണമെങ്കിൽ, ആ പൊസിഷനകത്ത് അനുവദിക്കപ്പെട്ട എല്ലാ സ്വാതന്ത്ര്യവും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നാം ആ നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. ആ ദൈവിക നിയമത്തെ മനസ്സിലാക്കുന്ന ഒരു സബ്ജക്റ്റാണ്, അല്ലെങ്കിൽ ഒരു പുസ്തകമാണ് ദൈവത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ജീവനെ കുറിച്ച് ഒരു വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ജീവന്റെ റൂൾസ് എന്താണെന്നും ആ റൂൾസ് വയലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നും ആ റൂൾസ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന പൊസിഷനിൽ, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് സ്ഥാനങ്ങളിൽ എന്തെല്ലാം സ്ഥാനഭ്രംശങ്ങൾ സംഭവിക്കുമെന്നും ഒരാത്മീയന് മാത്രമേ അറിയാൻ കഴിയത്തുള്ളൂ. ഇവിടെ ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുകയാണ്, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. നിങ്ങൾ ആദ്യം ഒരു സത്യം തിരിച്ചറിയുക. ദൈവം നിങ്ങൾ ചോദിച്ച പൊസിഷനിലേക്ക് ഇതുവരെ നിങ്ങളെ എത്തിച്ചില്ലെങ്കിലും ദൈവം നിങ്ങൾക്കൊരു അപ്പോയിൻമെന്റ് തന്നതുകൊണ്ടാണ് നിങ്ങൾ തുടരുന്നത്. നിങ്ങൾ എവിടെ നിന്നാണെങ്കിലും, എവിടെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും, എവിടെ ഏതൊരു സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുവെങ്കിലും ദൈവം നിങ്ങൾക്കൊരു അപ്പോയിൻമെന്റ് തന്ന ഇടത്ത് നിന്ന് തുടർന്നതുകൊണ്ടാണ്, ആരംഭിച്ചതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നത്. നീ തുടരുന്നു എന്നുണ്ടെങ്കിൽ
നീ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെറിയ രീതിയിലാണെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വേദനയോടെ ആണെങ്കിൽ പോലും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൈവം ഒരാരംഭം കുറിച്ചു. ആരംഭം കുറിച്ചവൻ അവസാനം എങ്ങനെ കൊണ്ടുവരണമെന്ന് വളരെ വ്യക്തമായിട്ടറിയാം. ഹല്ലേലൂയ. അപ്പോസ്തലൻസിന്റെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ആരംഭത്തിന്റെ സന്തോഷമൊന്നും മധ്യഭാഗത്തൊന്നും ഇല്ലായിരുന്നു. അവർ വളരെ സ്ട്രഗിൾ ചെയ്താണ് അവരുടെ ശുശ്രൂഷകളിൽ നിന്നത്. പ്രവാചകന്മാരാണെങ്കിലും ആരംഭത്തിലെ ഇതൊന്നും ദൈവശബ്ദം കേട്ടപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷമൊന്നും എല്ലാ സന്ദർഭങ്ങളിലും അവരുടെ ജീവിതത്തിൽ ഇല്ല. മടുപ്പുകൾ വന്നു, മരവിപ്പ് വന്നു, വിട്ടേച്ചു പോകാൻ തോന്നി, കോപം വന്നു, അനുസരണക്കേട് കാണിച്ചു. പ്രവാചകന്മാരുടെ കാര്യമാണ് പറയുന്നേ. അതിൽ മോസസ് ഉൾപ്പെടെ അനുസരണക്കേട് കാണിച്ചു. പിന്നെയും ദൈവസന്നിധിയിലേക്ക് വന്നു. അവർ കണ്ടിന്യൂ ചെയ്തു. നമുക്ക് എന്ത് നടന്നില്ല എന്നുള്ളതല്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു. കാരണം എന്താണ്? നിങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആഗ്രഹിച്ചൊരു ഉയർച്ച വന്നു കാണത്തില്ല, ആഗ്രഹിച്ച ഒരു ദേശത്തേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ കഴിഞ്ഞു കാണത്തില്ല, ആഗ്രഹിച്ച ജോലി ലഭിച്ച് കാണത്തില്ല, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾക്ക് ഒരു മൂവ്മെന്റ്സ് ഉണ്ടായി കാണത്തില്ല. പക്ഷേ സ്റ്റിൽ യു ആർ കണ്ടിന്യൂയിങ്. നിങ്ങൾ ഇപ്പോഴും തുടരുന്നു. വാവ്, ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇത് ബുദ്ധിക്ക് നടക്കുന്നൊരു കാര്യമല്ല, ഇത് നിങ്ങളുടെ സാമർഥ്യം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. ഒരു ലൈഫ്, ഒരു ജീവൻ നിന്നെ ഓരോ ദിവസവും ഒരു ദിവസത്തിൽ നിന്നും മറ്റൊരു ദിവസത്തിലേക്ക്, ആ ദിവസത്തിൽ നിന്ന് അടുത്ത ദിവസത്തിലേക്ക്, ആ ദിവസത്തിൽ നിന്ന് അടുത്ത ദിവസത്തിലേക്ക്, ആമേൻ, അത്ഭുതകരമായി നിന്നെ ഷിഫ്റ്റ് ചെയ്ത് കർത്താവ് ഈ തീയതി വരെ താങ്കളെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെ അവസാനം തകർച്ചയിലല്ല, നിന്റെ അവസാനം ഏറ്റവും മനോഹരമായിട്ടായിരിക്കും. ആമേൻ. അവൻ അപ്പോയിന്റ് ചെയ്തു. അവൻ അപ്പോയിന്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് പണിയെടുപ്പിക്കാനും അപ്പോയിന്റ് ചെയ്ത ആൾക്കറിയാം. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ഒരുവനെ അപ്പോയിന്റ് ചെയ്യാൻ, ശൗലിനെ അഭിഷേകം ചെയ്യാൻ കർത്താവിന് അറിയാമെങ്കിൽ, ശൗലിനെ ശമൂവേലിനെ കൊണ്ട് അഭിഷേകം ചെയ്യിക്കാൻ ദൈവത്തിന് അറിയാമെങ്കിൽ, ഒരു 10 പ്രവാചകന്മാർ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിൽ അവനെ കൊണ്ട് പ്രവചിപ്പിക്കാനും ദൈവത്തിന് അറിയാം. നിന്നെ ഇന്ന് ആരുടെയെങ്കിലും മുമ്പിൽ വരെ എത്താൻ, ആരുടെയെങ്കിലും മുന്നിൽ വരെ നിൽക്കാൻ, കൊണ്ടുവരാൻ തമ്പുരാൻ അറിയാമെന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ നിന്റെ തല കുനിയാതെ എങ്ങനെ നിന്റെ പേര് സംരക്ഷിക്കപ്പെടണമെന്നും, മക്കളുടെ പേര് സംരക്ഷിക്കപ്പെടണമെന്നും, ജീവിതം എങ്ങനെ സംരക്ഷിക്കണമെന്നും ദൈവത്തിന് നന്നായിട്ടറിയാം. ഇതാ ലൈഫ് നമ്മുടെ ജീവിതത്തിലുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പലരും പറയുന്നത് എൻ്റെ ലൈഫ് തകർന്നു പാസ്റ്റർ, ബ്രദറെ എൻ്റെ ലൈഫ് തകർന്നു, ബ്രദറെ എൻ്റെ പ്ലാനിങ്സ് എല്ലാം പൊളിഞ്ഞു, ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്, എൻ്റെ ലൈഫ് തകർന്നു, ഇനി എനിക്ക് എന്തുവാ പ്രതീക്ഷിക്കാനുള്ള, എനിക്ക് വയസ്സ് ഇത്രയും, എൻ്റെ ലൈഫ് തകർന്നു. നോ, നിങ്ങൾക്കൊരു ലൈഫ് തന്നെങ്കിൽ നിങ്ങൾ ആ ലൈഫിൽ നിങ്ങൾ തകർന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴും നിങ്ങൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രോസസ്സിനകത്താണെങ്കിൽ, ഇപ്പോഴും നിങ്ങൾ ആ സാഹചര്യം ജീവിതത്തിൽ വന്നു എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നു എങ്കിൽ, നിങ്ങളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ലൈഫ് നിങ്ങൾ ഇതുവരെ മനസ്സിലാകാത്തൊരു ലൈഫാണ്. 12ാമത്തെ വാക്യം മുതൽ വായിക്കാം. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. യേശുവിന്റെ വയസ്സ് 33 പറഞ്ഞിട്ട് ആ പയ്യന്റെ രക്തത്തിളപ്പെന്ന് പറയാനോ ചോരത്തിളപ്പെന്ന് പറയാനോ അവന്റെ പ്രായത്തിന്റെ ഒരു ആവേശമാ അവൻ ഈ കാട്ടിക്കൂട്ടിയതെന്ന് പറയാനോ, ആ പയ്യൻ വേണ്ട രീതിയിലൊന്ന് ചിന്തിക്കാത്തതിൻ്റെ കുറവായതെന്ന് പറയാനോ, എന്തിനാ ഈ മശിഹ ഈ ബുദ്ധിമോശം കാണിച്ചേ എന്ന് പറയാനോ ഒരു മനുഷ്യർക്ക് പിതാവ് ഇടവെച്ചിട്ടില്ല. ആർക്കെങ്കിലും യേശു ഇമ്മച്യൂർഡ് ആയിരുന്നു എന്ന് പറയാനില്ല, പുള്ളി കാണിച്ചത് എടുത്തുചാട്ടമായി പോയെന്നൊക്കെ പറയാനില്ല. പക്ഷേ
അതേ യേശുവിനെ അനുഗമിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പലതും എടുത്തുചാട്ടമായിരുന്നില്ലേ? പലതും ബുദ്ധിമോശമായിരുന്നില്ലേ? പലതും ആവേശമായിരുന്നില്ലേ? പലതും ചോരത്തിളപ്പിൻ്റെതായിരുന്നില്ലേ? പല വാക്കുകളും പറയേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നി, പലയിടത്തും പോണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നി, പലരുമായിട്ടും ബന്ധപ്പെടേണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു പിന്നീട് തോന്നി. പക്ഷെ എന്തേ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് അങ്ങനെയൊന്നും പറയാനില്ലാത്ത ഒരു വാക്യം അവിടെ മർമ്മത്തിനകത്ത് കിടപ്പുണ്ട്. എന്താ അത്? ക്രിസ്തുവിൻ്റെ വളർച്ചയുടെ പ്രായത്തോളം, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ്, ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ്. യേശുവിൻ്റെ ഏജും മെച്യൂരിറ്റിയും തമ്മിൽ നമ്മൾ മുട്ടിച്ചു നോക്കണം. ഇന്നത്തെ ഒരു 33 വയസ്സുള്ള ഒരാളെയും അന്നത്തെ 33 വയസ്സുള്ള യേശുവിനെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ ആരും നിൽക്കണ്ട. കർത്താവിൽ ജീവിച്ചിരുന്നത് സ്പിരിച്വൽ ലൈഫിലായിരുന്നു. ആ സ്പിരിച്വൽ ലൈഫിനകത്ത് താൻ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു മെച്യൂരിറ്റി ഉണ്ട്. സാഹചര്യങ്ങളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് 90 വയസ്സുള്ള അബ്രഹാമിനേക്കാൾ യേശുവിനറിയാം. സാഹചര്യങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്, ഡീമൺസിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന്, ഹാൻഡിൽ ചെയ്യണമെന്ന്, ഒരു ക്രൈസിസ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് ശിഷ്യന്മാരെക്കാൾ നന്നായിട്ട് അറിയാം. അപ്പത്തിന് ക്രൈസിസ് വന്നപ്പോൾ യേശു അതിനെ വർദ്ധിപ്പിച്ചു. കർത്താവിനറിയാം. ജനത്തെ എങ്ങനെ മേയിക്കണം, എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് ഒരു രാജാവിനേക്കാൾ നന്നായി യേശുവിനറിയാം. പക്ഷെ നമുക്ക് 2 പിള്ളേരെയും ഒരു ഭർത്താവിനെ മേയിച്ചുകൊണ്ട് പോകേണ്ട എങ്ങനെയാന്ന് ഇപ്പോഴും അറിയത്തില്ല. തമാശയ്ക്ക് പറഞ്ഞതാ, പക്ഷെ ചിലപ്പോൾ കാര്യം അതിനകത്ത് കാണും. നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമുക്ക് എങ്ങനെ 5 പേരുള്ള ഒരു വീട് എങ്ങനെ മേയിച്ചുകൊണ്ട് പോകണമെന്ന് അറിയത്തില്ല. 10-30 പേരുള്ള ഒരു സഭ എങ്ങനെ കൃത്യമായിട്ട് അലിഗേഷൻസ് ഇല്ലാതെ കൊണ്ടുപോകണോ നമ്മൾ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്, ടെൻഷനാണ്. 100-300 പേരുള്ള ഒരു ചർച്ച് എങ്ങനെ നമുക്ക് ഒരു ഗോഡ്ലി ഓർഡർ അനുസരിച്ച് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും ആകുലരാണ്. പക്ഷെ യേശുവിൻ്റെ വയസ്സ്, യേശുവിൻ്റെ ക്യാരക്ടർ, യേശുവിൻ്റെ വിസ്ഡം, ഇത് മുഴുവനും മാനുഷികമായി നമുക്ക് ചിന്തിച്ചാലോ അല്ലെങ്കിൽ മാനുഷികമായി നമുക്ക് എനിക്കൊന്നും അതുപോലെ ആകണം വിചാരിച്ചാൽ പറ്റത്തില്ല. കാരണം എന്താ? യേശു ജീവിച്ചൊരു ലൈഫുണ്ട്. താങ്ക് യു ഗോഡ്. കർത്താവ് കാത്തു സൂക്ഷിച്ചിരുന്നില്ല. ഒരു ജീവനിൽ നിന്നാണ് യേശു സകല കാര്യങ്ങളും ചെയ്തിരുന്നത്. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മളിൽ ഒരു ജീവൻ ഉണ്ടെങ്കിലേ, ഒരു സോയ ലൈഫ് നമ്മിലുണ്ടെങ്കിലേ, ഒരാത്മാവിൻ്റെ അഭിലാഷങ്ങളിലേക്ക് തുറിച്ചു നോക്കുന്ന, ആത്മാവിൻ്റെ ഇഷ്ടത്തിലേക്ക് തുറിച്ചു നോക്കുന്ന, കണ്ണ് തുറന്നു നോക്കുന്ന ഒരു ലൈഫിനകത്ത് നമ്മൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് നാം എല്ലാവരും വിശ്വാസത്തിൽ തുടരണമെങ്കിലും ആ ലൈഫിനകത്തേക്ക് നമ്മൾ കയറണം. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ആ പരിജ്ഞാനം വേണമെങ്കിലും നമ്മൾ ആ ജീവനിലേക്ക് കയറണം. ഞാൻ ജീവന്റെ ഭാഗത്തേക്ക് പെട്ടെന്ന് വരാം. ഐക്യത വേണമെങ്കിലും ആ ജീവൻ നമ്മിൽ ഉണ്ടാകണം. തികഞ്ഞ പുരുഷത്വവും അത് വേണം. ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ്. ക്രിസ്തുവിന്റെ സമ്പൂർണത എന്ന് പറയുന്ന സന്ദർഭത്തിൽ, ക്രിസ്തുവിന്റെ സമ്പൂർണത എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനകത്ത് ഞാൻ എപ്പോൾ ക്രിസ്തുവിൽ തികഞ്ഞവൻ, അതാ അതിന്റെ മീനിങ്. സമ്പൂർണതയുടെ തികഞ്ഞവൻ. നമുക്ക് ക്രിസ്തുവിൽ തികയുന്നത് എങ്ങനെ എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മുടെ പ്രായം വളരുന്നതിനനുസരിച്ച് നമ്മളും ക്രിസ്തുവിന്റെ പ്രായത്തോളം എത്തുന്നില്ല. യേശുവിൻ്റെ ക്യാരക്ടറിനോട് നമ്മൾ അനുരൂപപ്പെടുമ്പോഴേ, യേശുവിൻ്റെ ലൈഫിനോട് അനുരൂപപ്പെടുമ്പോഴേ, യേശുവിൻ്റെ ഇഷ്ടത്തോട് അനുരൂപപ്പെടുമ്പോഴേ, യേശുവിൻ്റെ ലൈഫ് സ്റ്റൈൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോഴേ, കർത്താവിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ യേശുവിൻ്റെ സമ്പൂർണതയിലേക്ക് എത്തുന്നു. എപ്പോൾ ഒരുവൻ ക്രിസ്തുവിൽ സമ്പൂർണനാകുന്നോ അവൻ്റെ ലൈഫ് സക്സസ് ആയിരിക്കും. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പരാജയപ്പെടുന്നതിൻ്റെ കാരണം നമ്മൾ പകുതി ക്രിസ്തുവും പകുതി നമ്മളുമായിട്ടാണ് ജീവിക്കുന്നത്. ഞാനത് അവിടെ അങ്ങ് വിടുകയാണ്. കാരണം എനിക്ക് വേറൊരു ഭാഗത്തേക്ക് പോകണം. 13-ാമത്തെ വാക്യം, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും. ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു മിനിസ്ട്രി വളരെ സീരിയസ് ആണ്. ഞാനൊരു ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ വളരെ സൂക്ഷിച്ചും വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു മേഖലയാണ് സ്പിരിച്വാലിറ്റി. ഹല്ലേലൂയ. കാരണം
വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനവയ്ക്കും ആകുന്നു. കർത്താവ് നമ്മളെ അപ്പോയിന്റ് ചെയ്ത് എന്തിനാ? അപ്പോസ്തോൽസിനെ അപ്പോയിന്റ് ചെയ്ത് എന്തിനാ? പ്രൊഫറ്റ്സിനെ അപ്പോയിന്റ് ചെയ്ത് എന്തിനാ? സുവിശേഷകന്മാരെ അപ്പോയിന്റ് ചെയ്ത് എന്തിനാ? ഇടയന്മാരെ അപ്പോയിന്റ് ചെയ്ത് എന്തിനാ? ഉപദേഷ്ടാക്കന്മാരെ അപ്പോയിന്റ് ചെയ്ത് എന്തിനാ? എന്നെ ക്രിസ്തുവിൽ പണിതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ്, എന്നെ ക്രിസ്തുവിൽ തികയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഇവരെയൊക്കെ അപ്പോയിന്റ് ചെയ്തത്. ഇവരെ അപ്പോയിന്റ് ചെയ്ത, ഇപ്പോൾ എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ ആ നിലവാരത്തിൽ ക്രിസ്തുവിൽ പണിതെടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നത് എൻ്റെ ജഡത്തിൽ നിന്നോ ബുദ്ധിയിൽ നിന്നോ വായനയിൽ നിന്നോ ഒന്നുമല്ല. ഇവിടെ വേർഡ് മാത്രം എടുത്തു വെച്ചേക്കും. ഇതിനകത്ത് എന്തെങ്കിലും നുറുങ്ങി നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, ഈ വേർഡിനകത്ത് എന്തെങ്കിലും നുറുങ്ങി നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ജീവനുണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരത്തിനകത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു ജീവൻ ഇന്ന് ആ ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ ആരിലും പ്രവർത്തിക്കുന്നു. ഒരു ക്രൈസ്തവനിലും പ്രവർത്തിക്കും, ഒരു അക്രൈസ്തവനിലും പ്രവർത്തിക്കും, ഒരു ജാതികനിലും പ്രവർത്തിക്കും, വിജാതികനിലും പ്രവർത്തിക്കും. ആർ ഈ വേർഡ് കൈക്കൊള്ളുന്നു, ആർ ഈ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, അവനിൽ ഈ ജീവൻ ഭരണം നടത്തിയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ തിരുവെഴുത്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്തുനിന്ന് നുറുങ്ങി വരുന്ന ചില മൂർച്ചയുള്ള പദങ്ങൾ, ഇതിനകത്ത് ഈ വേർഡിനകത്തുനിന്ന് നുറുങ്ങി വരുന്ന ചില മൂർച്ചയുള്ള ഭാഗങ്ങൾ, ഈ വേർഡിനകത്തുനിന്ന് നുറുങ്ങി വരുന്ന ചില മൂർച്ചയുള്ള വശങ്ങൾ നിന്നെ പണിതുകൊണ്ടിരിക്കുകയാണെന്ന്, നിങ്ങളെ ആത്മീയ വർധനവയ്ക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്, ഈ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നാലുകെട്ട് ചുമരിനകത്ത് പണി നടത്തുകയാണെന്ന്, നിങ്ങളുടെ അന്തരീക്ഷത്തിനകം ശുദ്ധമാക്കുകയാണെന്ന്, നിങ്ങളെ ക്രിസ്തുവിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തുകയാണെന്ന്, നിങ്ങളെ ദൈവം അപ്പോയിന്റ് ചെയ്തെടുത്ത് നിങ്ങളെ ഉറപ്പിക്കുകയാണെന്ന്, നിങ്ങളെ എന്തിന് അപ്പോയിന്റ് ചെയ്തോ ആ ഉറപ്പിക്കലിന്, ആ വേലയ്ക്കായിട്ട് നിങ്ങളെ പണിയുകയാണെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവം നിങ്ങളെ പണിയും, ദൈവം നിങ്ങളെ ഉപയോഗിക്കും, ദൈവം നിങ്ങളെ ഉയർത്തും, ദൈവത്തിന്റെ നാവായി നിന്നെ നിർത്തും, ദൈവത്തിന്റെ അഭിഷിക്തനായി നിന്നെ നിർത്തും. അതെങ്ങനെയാണ്? ദൈവത്തിന്റെ ജീവനിൽ നീ വാഴാൻ തുടങ്ങുമ്പോൾ. ദൈവത്തിന്റെ ജീവനിൽ നീ വസിക്കാൻ തുടങ്ങുമ്പോൾ, ആ സോയെ ലൈഫിലേക്ക് നീ മൂവ് ചെയ്യുമ്പോൾ, 14 വാക്യത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും, അവിടെ നിങ്ങളൊന്ന് നിൽക്ക്, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും. മോനെ, ഈ സോയെ ലൈഫിൽ നിന്ന് സൂക്കെ ലൈഫിലോട്ട് പോകാൻ അധികം സമയം വേണ്ട. ഒന്ന്, ഈ സോയെ ലൈഫും സൂക്കെ ലൈഫും ഉപേക്ഷിച്ചിട്ട് തികച്ചും ഒരു ജഡികനായിട്ട് മാറാൻ അധികം സമയം വേണ്ട. ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തി, ക്രിസ്തു ദൈവമാണോ, അപ്പൊ പിന്നെ പിതാവിനോട് എന്തിനാ ക്രിസ്തു പ്രാർത്ഥിച്ച് എന്നുള്ള ചിന്തയിലേക്ക് പോകാൻ അധികം സമയം വേണ്ട. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം വിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് പോകാൻ അധികം സമയം വേണ്ട. തത്വശാസ്ത്രത്തിലേക്ക് പോകാനും ഐതിഹ്യങ്ങളിലേക്ക് തിരിച്ചു പോകാനും അധികം സമയം വേണ്ട. ഈ ലൈഫിൽ നിന്ന് ഒരു വ്യക്തി അകലുമ്പോഴാണ് ചോദ്യങ്ങളുടെ എണ്ണം കൂടുന്നത്. ദൈവം തന്നൊരു ലൈഫുണ്ട്, ആ ലൈഫിനകത്താണ് നമ്മുടെ അനോയിന്റിങ് ഇരിക്കുന്നത്. ദൈവം നമ്മളെ അപ്പോയിന്റ് ചെയ്തൊരു സ്ഥലമുണ്ട്, അവിടെയാണ് നിങ്ങളുടെ വേരുറയ്ക്കുന്നത്, ഉറയ്ക്കേണ്ടത്. ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് വളരാൻ പറ്റത്തുള്ളൂ. ഒരു തൈ കൊണ്ട് നട്ടു, മാവിൻ്റെ തൈ കൊണ്ട് നട്ടു, മാവിനൊരു മോഹം, എന്നാ അത്, എനിക്കിപ്പോൾ ഫലം കായ്ക്കണം. അതിന് വേരും കൂടെ വിചാരിക്കണ്ടേ? മാവിൻ്റെ മോഹം എന്താ? തൈയായ ഞാൻ ഇനി പടർന്ന് പന്തലിച്ചിട്ട് എന്ന് മാങ്ങാ കായ്ക്കാനാ? മാവിനൊരു മോഹം എന്താ? എനിക്കിപ്പോൾ തന്നെ ഫലം കായ്ക്കണം. കായ്ക്കോ? ഇല്ല. കാരണം എന്നാ? വേരും മണ്ണുമായിട്ടൊരു ബന്ധം ഇല്ലാത്തടത്തോളം കാലം മാവിൻ്റെ പൂതി മനസ്സിരിക്കത്തേ ഉള്ളൂ. ആമേൻ. വേരുമായിട്ടൊരു അസോസിയേഷൻ തണ്ടിന് വേണം, വേരിനും തണ്ടിനും മണ്ണുമായിട്ടൊരു അസോസിയേഷൻ വേണം. അവിടെ ഉറച്ച് നിൽക്കാനുള്ളൊരു മനസ്സ് വേണം. അവിടെ നിന്നാൽ ഞാൻ വളരും എന്നുള്ളൊരു വിശ്വാസം വേണം. മാവിന് ഞാൻ ഫലം കായ്ക്കൂ എന്നുള്ളൊരു ഫലം വേണം. ആ ഒരു ചിന്ത വേണം. ആ ഒരു പ്രത്യാശയാണ്, ഒരു വിശ്വാസമാണ്, ആ ഒരു സ്റ്റെബിലിറ്റിയാണ് ഒരു വ്യക്തിയെ ഫലം കായ്പിക്കുന്നത്. അവിടെ ഇവിടെ ഓടി നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഫലം കായ്ക്കത്തില്ല, തോന്നല.
അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ, ഉപദേശത്തിന് പല കാറ്റുകളുണ്ട്. നിന്നെ ഊതിപ്പറപ്പിച്ച് നിന്നെ ക്രിസ്തുവിൽ വളർത്തുന്ന കാറ്റുമുണ്ട്, ഊതിത്തെറിപ്പിച്ച് ക്രിസ്തുവിൽ നിന്ന് നിന്നെ അകറ്റിക്കളയുന്ന കാറ്റുമുണ്ട്. പൗലോസ് 4 കാറ്റുകളാണ് ഫേസ് ചെയ്തത്. പക്ഷെ ഇന്ന് ഈ അന്ത്യകാലഘട്ടത്തിൽ 4 അല്ല 40 അല്ല 400 അല്ല 4000 കാറ്റും അല്ല നമ്മുടെ ഉപദേശ രീതിയിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്. ഇതിനകത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് വേണം. ഇതിനകത്ത് തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിയണമെങ്കിൽ ഒരു ലൈഫ്, ഒരു ക്രിസ്തുവിൽ നിന്ന് പ്രാപിച്ച ഒരു ലൈഫ് വേണം, ഒരു ജീവൻ വേണം. ഓ മൈറ്റി ഗാഡ്, ഒരു ലൈഫ് വേണം സുഹൃത്തെ. തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിലാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ ദൈവം അപ്പോയിന്റ്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം ഞാനൊരു കമ്പനി നടത്തുന്നു. ആ കമ്പനിയിൽ ഒരു വ്യക്തി ഇൻ്റർവ്യൂവിന് വന്നു. ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഞാൻ ആദ്യം എന്തുവാ നോക്കുന്നത്? ഞാൻ ആദ്യം ആ കൊച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും അല്ലാതെ ഞാൻ ആദ്യം ആ കൊച്ചിനെ നോക്കും. ആണായാലും പെണ്ണായാലും കാര്യം തന്നെ, ഇവൻ വളർന്നിട്ടുണ്ടോ എന്ന് നോക്കും. ആദ്യം ഇവൻ വളർന്നിട്ടുണ്ടോ എന്ന് നോക്കും. ഇവൻ ബാലവേലയാണോ ചെയ്യാൻ വന്നേക്കുന്നത്, അതോ മര്യാദയ്ക്ക് ഇവൻ മെച്ചുവേർഡ് ആയതാണോ എന്ന് നോക്കും. രണ്ടാമതേ അവൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കത്തുള്ളൂ. ആദ്യം മെച്ചുവേർഡ് ആയിട്ട് ഒരാൾ വന്നു, അയാളുടെ ബയോഡേറ്റയൊക്കെ നോക്കി, റെസ്യൂമൊക്കെ നോക്കി, CV ഒക്കെ നോക്കി, എനിക്ക് കംഫർട്ടബിൾ ആണ്, ഞാൻ എൻ്റെ കമ്പനിയിൽ അപ്പോയിൻറ്റ് ചെയ്യും. രണ്ടാമതൊരു 10 വയസ്സുള്ള ചെക്കൻ റെസ്യൂമും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ റെസ്യൂം വാങ്ങാൻ നിൽക്കുമോ? മോനെ നിനക്ക് പറ്റിയ സ്ഥലം ഇതല്ല, നീ പോയി സ്കൂളിൽ ഇരിക്കുന്നു ഞാൻ പറഞ്ഞു വിടുമോ? സ്കൂളിൽ ഇരിക്കുന്നു പറഞ്ഞു വിടും. കാര്യം എന്നാ? ശിശുക്കളെ വേലയ്ക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ശിശുക്കളെ വേലയ്ക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വേലയ്ക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നവൻ ശിശുവിനെ പോലെ നിർമ്മലനായിരിക്കണം. നിങ്ങൾക്ക് കാര്യം പിടി കിട്ടുന്നുണ്ടോ? അപ്പോസ്തലൻ ആയി ദൈവം അപ്പോയിൻറ്റ് ചെയ്തത് ശിശുക്കളെ അല്ല. പ്രവാചകനായി ദൈവം അപ്പോയിൻറ്റ് ചെയ്തത് ശിശുക്കളെ അല്ല. ഉപദേഷ്ടകനായി അപ്പോയിൻറ്റ് ചെയ്തത് ശിശുക്കളെ അല്ല. ഇടയനായി അപ്പോയിന്റ് ചെയ്ത ശിശുക്കളെ അല്ല. പക്ഷെ ഇവരെ എല്ലാം അപ്പോയിന്റ് ചെയ്യുന്നതിന് മുൻപും ചെയ്തതിനു ശേഷവും പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം ശിശുക്കളെ പോലെ കളങ്കമില്ലാതിരിക്കണം, എങ്കിലേ ദൈവരാജ്യം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? ശിശുക്കളെ പോലെ കളങ്കമില്ലാതിരിക്കണം, എങ്കിലേ ദൈവരാജ്യത്തിന്റെ നന്മ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ഇന്ന് വിളിച്ചു പറയുന്നു, നിങ്ങളൊരു ശിശു അല്ലെന്ന് കണ്ടാണ് ദൈവം അപ്പോയിന്റ് ചെയ്തതെങ്കിൽ, നിങ്ങളെ അപ്പോയിന്റ് ചെയ്ത വേല നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂ എന്ന് ദൈവത്തിന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിന്നെ അപ്പോയിന്റ് ചെയ്തതെങ്കിൽ, അപ്പോയിന്റ് ചെയ്തെടുത്തൊരു വേലയ്ക്ക് വേണ്ടി ഒരു ഫലം കായ്ക്കാൻ പരിശുദ്ധാത്മാവിൽ ആരെയൊക്കെയോ തൊടുകയാണ്. ആമേൻ. ശരബഖതബസിയ. ഓ ഹല്ലേലൂയ. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. നിങ്ങളൊരു ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവം ഒരുവനെ അപ്പോയിന്റ് ചെയ്താൽ വളരണമെന്ന ആശയോടെ അപ്പോയിന്റ് ചെയ്യുന്നത്. ദൈവം ഒരു വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ വളരണമെന്ന ആശയം. വളരണമെന്ന് പറയുമ്പോൾ ഇതാണ് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു പ്രത്യേകത. നമ്മുടെ കർത്താവിൻ്റെ ഒരു സ്നേഹം, നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. ദൈവം നമ്മളെ അപ്പോയിന്റ് ചെയ്യുമ്പം ഞാൻ വെച്ചെടുത്ത് ഇവൻ ഇരുന്നാൽ മതി, ഈ ഒരു അസൂയയുടെ മൈൻഡ് കർത്താവിനില്ല. ഓ ഇവൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ആയിരുന്നു, ഇവനിപ്പോൾ ഇച്ചിരി ഒന്ന് മെച്ചം പിടിച്ചൊന്ന് തോന്നുന്നല്ലോ, ഈ ഒരു അസൂയയുടെ ചിന്ത കർത്താവിനില്ല. ഇവന് തുടങ്ങിയപ്പോൾ വലിയ പ്രശ്നമില്ല, ഇവനിപ്പോൾ ഇച്ചിരി ഹെഡ് വെയിറ്റ് ഉണ്ടോ എന്നൊരു സംശയം, ഇങ്ങനത്തെ ഒരു വ്യർത്ഥബുദ്ധി കർത്താവിനില്ല. കർത്താവ് ഒരുവനെ നട്ടാൽ അവൻ തഴച്ചു വളരണം. ഇത് നിങ്ങളോടുള്ള ദൈവാലോചന കേട്ടോ. നിങ്ങളെ ദൈവം എവിടെയും ആക്കട്ടെ, ആക്കിയത് കർത്താവെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഒന്നാമത്തെ ദൂത് ഞാൻ നിങ്ങളോട് പറയാം, എവിടെയോ ആകട്ടെ ആക്കിയത് കർത്താവെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ അവിടെ നിനക്കൊരു വളർച്ചയുണ്ട്. 2, നീ വളർന്ന് ലിമിറ്റഡ് ആയിട്ട് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കത്തില്ല, ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. നീ ക്രിസ്തു എന്ന തലയോളം വളരണമെന്ന് ദൈവം ആഗ്രഹിക്കും. അടുത്തൊരു കാര്യം, ഞാൻ ആക്കി വെച്ചെടുത്ത് ഇത്ര വളരണമെന്നല്ല, സകലത്തിലും വളരണമെന്ന് ദൈവം ആഗ്രഹിക്കും.
ഈ മാങ്ങ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച കർത്താവ് ഞാൻ പറഞ്ഞ മാങ്ങ ഉണ്ടാകട്ടെ എന്ന് മാത്രമല്ല ഇച്ഛിച്ചത്. കർത്താവ് കൽപ്പിച്ചത് അങ്ങനെ തന്നെയാണ്, പക്ഷെ ഇച്ഛിച്ചത് അങ്ങനല്ല. ഞാൻ കൽപ്പിച്ച മാങ്ങയിൽ നിന്ന് മാങ്ങ വന്ന് ആ മാങ്ങയുടെ അകത്തുള്ള ആ മാങ്ങാണ്ടി എടുത്ത് താഴെ ഇട്ടാൽ അതിനകത്തുനിന്ന് വൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്നൊരു ഇച്ഛയാണ് കർത്താവിനുള്ളത്. ദൈവം ലിമിറ്റഡ് ആയിട്ടേ സംസാരിക്കുള്ളൂ, പക്ഷെ സംസാരിക്കുന്നതിനകത്ത് ആഴമേറിയ അർത്ഥമാണ്. കർത്താവ് ആകെ കൂടെ 66 പുസ്തകങ്ങളെ സംസാരിച്ചു. നമ്മുടെ കയ്യിൽ അത്രേ എത്തിയിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ 66 പുസ്തകങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഈ 66 പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് ചിലപ്പോൾ തീർക്കാൻ പറ്റും. ഒന്ന് അറിഞ്ഞു വായിച്ചാൽ ചിലപ്പോൾ ഒരു 8 മാസം 7 മാസം 6 മാസം കൊണ്ടൊക്കെ തീർക്കാൻ പറ്റുമായിരിക്കും. പിന്നെയും നമ്മളൊന്ന് അറിഞ്ഞു വായിച്ചു കഴിഞ്ഞാൽ ഒരു 5 മാസം 4 മാസം കൊണ്ടൊക്കെ തീരുമായിരിക്കും. പക്ഷെ ഒരു കാര്യം, വായിച്ചു തീർക്കാം, പക്ഷെ ഗ്രഹിച്ചാൽ തീരൂല. ഈ ആയുസ് പോരാ, ഗ്രഹിച്ചാൽ തീരില്ല. കാരണം എന്താ? 66 പുസ്തകങ്ങൾക്കകത്തടക്കാൻ പറ്റുന്ന ആശയങ്ങളല്ല അതിനകത്ത് കിടക്കുന്നത്. മാങ്ങാമരം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ കർത്താവ് മാങ്ങാമരം ഉണ്ടാകട്ടെ എന്ന് മാത്രമേ കേട്ടാൽ ഒരുവൻ ചിന്തിക്കത്തുള്ളൂ. ആ മാങ്ങാ മരത്തിനകത്തൊരു മാങ്ങ ഉണ്ടാകട്ടെ എന്നും ആ മാങ്ങയ്ക്കകത്ത് ഇരിക്കുന്ന വിത്ത് വരുന്നൊരു സാധനത്തെ എടുത്തിട്ട പുതിയ മരങ്ങൾ ഉണ്ടാകട്ടെ എന്നുമുള്ള ഒരാശയം കർത്താവ് ഉൾക്കൊണ്ടു അല്ലെങ്കിൽ ഇച്ഛിച്ചു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ലൈഫിനകത്ത് ജീവിക്കണം. ഓ റാബാസി ഖാമാമ. ഇനി ഞാനൊരു ആലോചന കൂടെ പറയാം. നിങ്ങളെ ദൈവം എവിടെ നിർത്തി? ഇത്രേ നിങ്ങൾക്കറിയൂ. നിങ്ങളെ എന്തിനു നിർത്തി? നിൽക്കുമ്പോൾ നിങ്ങളിൽ എന്തൊക്കെ സംഭവിക്കണം, നിങ്ങളിലൂടെ എന്തൊക്കെ ചെയ്യണം, എത്ര വിശാലമായ കാര്യങ്ങൾ സംഭവിക്കണം, നിങ്ങളെ ദൈവം വിളിച്ചതിൻ്റെ ആഴങ്ങൾ എന്ത്, ഇതൊക്കെ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിന്നെ ഉപദേശത്തിൻ്റെ കാറ്റ് തൊടാൻ പാടില്ല. നിന്നെ മറ്റുള്ളവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. നിന്നെ ഡൈവേർട്ട് ചെയ്ത് കളയാൻ പാടില്ല. നിന്റെ കണ്ണ് ക്രിസ്തുവിലായിരിക്കണം, നിന്നെ വിളിച്ച ദൈവത്തിലായിരിക്കണം, നൽകിയ വചനത്തിനകത്തായിരിക്കണം, വാഗ്ദത്തത്തിനകത്തായിരിക്കണം. ക്രിസ്തുവിന്റെ ലൈഫിൽ നീ ജീവിക്കണം. ഹല്ലേലൂയ. മറ്റേതാണ് 4 ഉപദേശവും വന്ന് 24 സ്റ്റേറ്റ്മെന്റും കൊണ്ടുവന്ന് ഈ ബൈബിളിനകത്തു നിന്ന് തന്നെ 25 വാക്യവും എടുത്ത് മുന്നിൽ കൊണ്ടുവച്ച് നമ്മളെ ആകെ മൊത്തം ദൈവവിരോധിയാക്കി മാറ്റിക്കളയും. പക്ഷെ കുഞ്ഞെ, ദൈവത്തിന്റെ ലൈഫിലാണ് നിങ്ങൾ ജീവിക്കുന്നെന്നുണ്ടെങ്കിൽ ആരുടെ ഉപദേശത്തിന്റെ ആവശ്യം കാണത്തില്ല. ലൈഫ് നിന്നോട് സംസാരിക്കും, ജീവൻ നിന്നോട് സംസാരിക്കും, ജീവൻ നിന്നോട് സംസാരിക്കും. ഹോറാബാസിയ. അങ്ങനെ സംസാരിക്കുന്നത് കേട്ടാലുള്ള പ്രത്യേകതയാണ് സകലത്തിലും വളരും. നീ സകലത്തിലും വളരും. എൻ്റെ പൊന്നു സഹോദരി, എൻ്റെ പൊന്നു സഹോദര, എൻ്റെ പൊന്നു ബ്രദറെ, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. സകലത്തിലും വളരാനാണ് ദൈവം താങ്കളെ വിളിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാങ്ങാമരം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച കർത്താവ് മാങ്ങാമരം ഉണ്ടാകട്ടെ എന്നതല്ല ഇച്ഛിച്ചത്. ആ ഉണ്ടായ മാങ്ങയിൽ നിന്ന് അനേകം തൈകൾ ഉണ്ടാകട്ടെ, അനേകം ബ്രാഞ്ചുകൾ ഉണ്ടാകട്ടെ, അനേക രാജ്യങ്ങളിലേക്ക് അത് പടരട്ടെ, അനേകർക്ക് അത് പ്രയോജനപ്പെടട്ടെ. ഒരുത്ത വീട്ടിൽ മേടിച്ചുകൊണ്ട് പോയി അവൻ മാങ്ങ കഴിച്ചിട്ട് ആ മാങ്ങാണ്ടി എടുത്ത് അവൻ നിലത്തിലിട്ടാൽ അവൻ്റെ വീടിനകത്തൊരു ഫലം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ തിരുവെഴുത്തിനകത്ത് നിന്ന് നീ ഒരു ഫലം എടുത്തിട്ട് ബാക്കിയെങ്കിലും നിനക്കുള്ളതെടുത്തിട്ട് ബാലൻസ് നീ നിന്റെ വീട്ടിൽ വിതച്ചാൽ, ബാലൻസ് നീ നിന്റെ സഭയിൽ വിതച്ചാൽ, ഈ വരുന്ന അംശത്തിന്റെ ഒരംശം നീ ഭക്ഷിച്ചിട്ട് ബാക്കി നീ നിന്റെ നിലത്ത് വിതച്ചാൽ, നീ നിന്റെ ലൈഫിൽ വിതച്ചാൽ, അവിടെ ജനനങ്ങൾ സംഭവിക്കും. ഓൾമൈറ്റി ഗോഡ്, അവിടെ ജനനങ്ങൾ സംഭവിക്കും. ആമേൻ. നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ, എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, എൻ്റെ സഭ അനുഗ്രഹിക്കപ്പെടട്ടെ, എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നേ? അതോ എനിക്കൊന്നും വേണ്ട കർത്താവേ, എനിക്കൊന്നും വേണ്ട കർത്താവേ, ഞാൻ എടുക്കേണ്ടത് എടുത്തിട്ട് ബാക്കി എൻ്റെ തലമുറകൾ, എൻ്റെ സഭകൾ, എൻ്റെ കൂടെ നിൽക്കുന്നവർ, ഇങ്ങനെ നമ്മൾ പറയും. വിതയ്ക്കുക. നിങ്ങൾ വീടിനകത്ത് നല്ല വാക്ക് വിതയ്ക്കണം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നല്ലത് വിതയ്ക്കണം. നിങ്ങളുടെ ചിന്തയിൽ നല്ലത് വിതയ്ക്കണം. നല്ലതേ വിതയ്ക്കാവൂ. ഹല്ലേലൂയ. നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യും. അത് ലൈഫിൽ നിന്ന് വിതയ്ക്കണം. ക്രിസ്തുവിന്റെ ലൈഫിൽ നിന്ന് ജീവനിൽ നിന്ന് വിതയ്ക്കണം. 16-ാമത്തെ വാക്യം. ശരീരം മുഴുവനും യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധിയാലും
സ്നേഹത്തിലുള്ള വർധനവയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ചു പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്നകന്ന് മനം തഴമ്പിച്ചുപോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിക്കും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ പൊന്നുമോനെ, ദൈവത്തിൻ്റെ ജീവനിൽ നിന്നൊരുവനകന്നാൽ നിന്റെ മനസ്സ് കഠിനമാകാൻ അധികം സമയമൊന്നും വേണ്ട. ആരുടെ മനസ്സും കഠിനമാകാൻ അധികം സമയം വേണ്ട. നമ്മൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ലൈഫ്, ഈ ക്രിസ്തുവുമായിട്ടുള്ള ഈ ഒരു ബന്ധം, ഈ ഒരു സന്തോഷം, ഈ ഒരു ജീവനിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച് ചെയ്യപ്പെട്ടാൽ ഉടനെ തൊടുന്നത് നിന്റെ മനസ്സിനെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ നിർത്താൻ പോവാ. ക്രിസ്തുവിൻ്റെ ജീവൻ എന്തുകൊണ്ട് ഈ മനസ്സിനകത്ത് സാത്താൻ വന്ന് വേണ്ടാത്ത എല്ലാം കൊണ്ട് കുത്തി നിറയ്ക്കുന്നേ? പാസ്റ്ററെ സംശയം, പാസ്റ്ററുടെ ദൂത സംശയം, പാസ്റ്ററോട് ദേഷ്യം, ദൈവമക്കളോട് ദേഷ്യം, സ്വന്തമായിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു കയ്പ്, വെറുപ്പ്, ജീവിതം ഒരു അസ്വസ്ഥത തോന്നുന്നു, ഇറിറ്റേറ്റഡ് ആകുന്നു, ഒരു ഡിസ്കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്നു, ഒരു വല്ലാത്തൊരു കോപം. നിങ്ങളുടെ മാനസിക തലങ്ങൾക്കകത്ത് ഈ ലൈഫ്, ഈ ജീവൻ, ക്രിസ്തുവിൻ്റെ ജീവൻ പ്രവർത്തിക്കാത്തതാണ് കാരണം. ജീവൻ അനുഭവിക്കുന്നത് ആരാധന കേൾക്കുമ്പോൾ മാത്രമാണ്. ജീവൻ അനുഭവിക്കുന്നത് വചനം കേൾക്കുമ്പോൾ മാത്രമാണ്. ജീവൻ അനുഭവിക്കുന്നത് ചിലപ്പോൾ ഒരു കർത്താവിനെ സ്തുതിച്ചുകൊണ്ടൊരു ഗാനം കേൾക്കുമ്പോഴാണ്. പക്ഷെ അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ലൈഫ് മുഴുവനും ആ ക്രിസ്തുവിൻ്റെ ജീവനിൽ കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. കാരണം എന്താ? എന്നെ ഒരു കമ്പനി ഹയർ ചെയ്ത വ്യക്തിയാണെങ്കിൽ ഞാൻ അവിടെ 11 മണിക്കൂറോ 8 മണിക്കൂറോ 10 മണിക്കൂറോ ജോലി ചെയ്താൽ മതി. അത് കമ്പനിയുടെ നിയമമാണ്. കാരണം എന്നെ കമ്പനി ഹയർ ചെയ്തേക്കുന്ന ആ ഒരു ടൈമിനാണ്. പക്ഷെ എന്നെ ക്രിസ്തു ഹയർ ചെയ്തേക്കുന്നത് തൻ്റെ രക്തത്തിൻ്റെ വില കൊടുത്ത് എന്നെ ഹയർ ചെയ്ത് വെച്ചേക്കുന്നത് 10 മണിക്കൂർ പണിയെടുക്കാനല്ല, 11 മണിക്കൂർ പണിയെടുക്കാനല്ല, 5 മണിക്കൂർ പണിയെടുക്കാനല്ല, കണക്ക് പറഞ്ഞ് കൂലി മേടിക്കാനും അല്ല. എന്നെ ഹയർ ചെയ്തേക്കുന്നത് ഫുൾ ടൈമിന് വേണ്ടിയിട്ടാണ്. ഫുൾ ടൈം. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടൊരു വ്യക്തിയാണ്, എൻ്റെ മക്കൾക്ക് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്, നിങ്ങൾക്ക് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്, എൻ്റെ സഭയ്ക്ക് ഞാൻ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്, എൻ്റെ സ്റ്റേറ്റിന് ഞാൻ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ഞാൻ 5 മണിക്കൂറേ ഞാൻ അപ്പനായിരിക്കുള്ളൂ എന്ന് പറഞ്ഞാലോ, ഞാൻ 11 മണിക്കൂറേ ഞാൻ കർത്താവിൻ്റെ ദാസനായിരിക്കുള്ളൂ എന്ന് പറഞ്ഞാലോ, ഇന്ന് ഞാൻ ബിസിയാണ് 2 മണിക്കൂറേ ഭർത്താവായിരിക്കുള്ളൂ എന്ന് പറഞ്ഞാലോ, മെല്ലെ എന്നെ മാറ്റി അങ്ങോട്ടേക്ക് ഇരുത്തിയിട്ട് കർത്താവ് പണിക്ക് കൊള്ളാമെന്നുള്ളതിനെ എടുക്കും. ഞാൻ പറയുന്ന കാര്യം പിടി കിട്ടുന്നുണ്ടോ? മനസ്സിൻ്റെ മേഖലകളിലേക്ക് സാത്താൻ്റെ കൈയിട്ട് തോണ്ടാൻ വലിയ സമയമൊന്നും വേണ്ട. നിങ്ങൾ സൂക്ഷിക്കേണ്ട മേഖലയാണെന്ന് മനസ്സ്. നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമല്ലെങ്കിൽ അത് കാഠിന്യപ്പെടും, അത് കഠിനമാകും. അതെന്തുകൊണ്ട് കഠിനപ്പെടുന്നേ? അത് ക്രിസ്തുവിൻ്റെ ലൈഫ് നകത്തിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യാത്തതുകൊണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? ക്രിസ്തുവിൻ്റെ മനസ്സിനകത്തിട്ട് എൻ്റെ മനസ്സിനെ ആക്ടിവേറ്റ് ചെയ്യണം. ക്രിസ്തുവിൻ്റെ ലൈഫിനകത്തിട്ട് എൻ്റെ മനസ്സ് ആക്ടിവേറ്റ് ചെയ്യണം. പറയണം, വേണ്ടാത്ത ചിന്ത മനസ്സിൽ കയറി വന്ന് യേശുവിനെ നമ്മൾ നിന്നെ ഇവിടെ എടുക്കുന്നില്ല എന്ന് പറയണം. പറഞ്ഞേ, ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഭരിക്കുന്ന ദുഷിച്ച ചിന്തകളോട് പറഞ്ഞേ, നിന്നെ ഇപ്പം ഇവിടെ എടുക്കുന്നില്ല എന്ന് പറ. നിന്നെ എടുക്കാനുള്ളൊരു സ്ഥലമല്ല എൻ്റെ മനസ്സെന്ന് പറ. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ടോ? നശിച്ചു പോകും തോന്നുന്നുണ്ടോ? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നുന്നുണ്ടോ? കോപം വരുന്നുണ്ടോ? ദുർചിന്ത വരുന്നുണ്ടോ? വേണ്ടാത്ത ടെംപ്റ്റേഷൻസ് വരുന്നുണ്ടോ? പറ, നിങ്ങളുടെ വായി കൊണ്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഇപ്പോൾ ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ. കാര്യം എന്നാ? ഞാൻ യേശുവിൻ്റെ ജീവനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. എന്നെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുകയാണ്. എന്നെ 5 മണിക്കൂർ ഇരിക്കാനല്ല, 10 മണിക്കൂർ ഇരിക്കാനല്ല, 3 ദിവസം ഉപവസിക്കുമ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. എന്നെ ഫുൾ ടൈമായിട്ടാണ് കർത്താവ് അപ്പോയിൻ്റ് ചെയ്തേ. ഫുൾ ടൈമായിട്ട് അപ്പോയിൻ്റ് ചെയ്തേ. അപ്പോസ്തലന്മാരെ അപ്പോയിൻ്റ് ചെയ്തപ്പോൾ നിങ്ങളെ ഞാൻ ദിവസം 11 മണിക്കൂർ അപ്പോസ്തലന്മാരായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പ്രവാചകന്മാരെ അപ്പോയിൻ്റ് ചെയ്ത സമയത്ത് അങ്ങനെ പ്രവാചകന്മാർക്ക് ഉറക്കം പോലും ഇല്ല. യെഹെസ്കേലിനെയൊക്കെ കർത്താവ് തട്ടി ഉണർത്തിയിട്ടാണ് എഴുതേക്കട വാടാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഫുൾ ടൈമായിട്ട് അപ്പോയിൻ്റ് ചെയ്തതാണ്. മനസ്സിനകത്ത് ഭൂതം കയറുന്ന കാര്യം എന്നാന്ന് പിടികിട്ടിയോ?
മനസ്സിനകത്ത് എന്തുകൊണ്ടാ സാത്താൻ വന്ന് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായോ? നമ്മൾ ഫുൾ ടൈം അല്ല, അവൈലബിൾ ആക്കി കൊടുക്കുക. യേശുവിനെ എന്നെ അവൈലബിൾ ആക്കി കൊടുക്കുക, ദൈവത്തിന് എന്നെ അവൈലബിൾ ആക്കി കൊടുക്കുക. എൻ്റെ സമയം കഴിഞ്ഞു. ഇനി പ്രാർത്ഥിക്കാൻ കാത്തിരിക്കുന്നവരെ എന്നെ കണ്ണു തുറച്ച് നോക്കും. ഞാനതുകൊണ്ട് നിർത്തുകയാണ്. കർത്താവിനെ അവൈലബിൾ ആക്കി കൊടുക്കുക. നിന്റെ മനസ്സ്, എൻ്റെ മനസ്സ് യേശുവിൻ്റെ ജീവനകത്ത് പൊതിയണം. നിങ്ങളുടെ മനസ്സ്, എൻ്റെ മനസ്സ് യേശുവിൻ്റെ ജീവൻ കൊണ്ട് പൊതിയണം. അങ്ങനെ പൊതിയുന്ന മനസ്സിനകത്ത് ആത്മഹത്യ ചിന്ത ഇരിക്കത്തില്ല മോനെ. അങ്ങനെ പൊതിയുന്ന മനസ്സിനകത്ത് ദുഷ്കാമ ഇരിക്കത്തില്ല കുഞ്ഞെ. അങ്ങനെ പൊതിയുന്ന മനസ്സിനകത്ത് മറ്റുള്ളവരെ കുത്തി നോവിക്കണമെന്നും മറ്റുള്ളവർക്കെതിരെ ഒന്ന് എഴുതി പടച്ചു വിടണമെന്നും മറ്റുള്ളവനെ തകർക്കണമെന്നും മറ്റുള്ളവനെതിരെ മറ്റുള്ളവൻ്റെ കുതുകാലി വെട്ടണമെന്നും അവൻ്റെ നന്മ തടയണമെന്നും അവൻ ഉയരണ്ടാന്നും അവൻ വളരണ്ടെന്നുള്ള ചിന്ത വരത്തില്ല കുഞ്ഞെ. യേശുവിൻ്റെ ജീവനാൽ ഭരണം നടത്തുന്ന ഒരു ലൈഫ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആത്മാവ് ആരോടൊക്കെ പറയാണ്, ദൈവം നിന്നെ അപ്പോയിൻ്റ് ചെയ്തത് ആ ജീവനിൽ നിൽക്കാനാണ്. ദൈവം നിന്നെ അപ്പോയിൻ്റ് ചെയ്തത് ആ ജീവനിൽ നിൽക്കാനാണ്. താങ്കളെ ദൈവം സെലക്ട് ചെയ്തത് ആ ജീവനിൽ നിൽക്കാനാണ്. താങ്കളെ ദൈവം അഭിഷേകം ചെയ്ത ആ ജീവനിൽ നിൽക്കാനാണ്. അപ്പോയിൻ്റ് ചെയ്ത ദൈവത്തിന് അറിയാം എന്ത് ഫലം നിന്നിൽ നിന്ന് പുറത്തു വരണമെന്ന്. ആമേൻ. ഒരാമേൻ എന്നോടുകൂടെ ചേർന്ന് പറഞ്ഞ ആമേൻ. ഹല്ലേലൂയ. ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളും ചേർന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. നിന്റെ പ്രവർത്തികളാതിശയമേ ഹോലസേറുഹായേ സാൽമധോദരേസുതനെ സെദുയാവിയറുഹായേ നിന്റെ പ്രവർത്തികളാതിശയമേ. വലിയൊരു ദൈവ സാന്നിധ്യം ചലിക്കുന്നു. എന്തു ഞാൻ പകരം നൽകും നീ കരുതുന്ന വിധങ്ങളോർത്ത നിന്റെ പ്രവർത്തികളാതിശയമേ. എന്റെ രക്ഷയായ ദൈവം, എന്റെ ഉയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി, എന്നെ മാനിക്കുന്ന ദൈവം, എന്നെ വഴി നടത്തും ദൈവം, നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. എന്തു ഞാൻ പകരം നൽകും യേശുവേ നീ കരുതും ഹോറസേദുയേ മധുരാജനെ ശേദുയേ ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ മേൽ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തത്, നിങ്ങളെ വിളിച്ചത്, നിങ്ങളെ കർത്താവ് പേര് ചൊല്ലി വിളിച്ചത്, നിങ്ങളെ ദൈവം കണ്ടത്, നിങ്ങളെ ദൈവം കൃപ നൽകിയത്, വരം നൽകിയത്, നിങ്ങളെ ഈ കൂട്ടത്തിന്റെ ഭാഗമാക്കിയത്, നിങ്ങളെ ഇന്ന് ഈ സന്ദേശം കേൾപ്പിച്ചത്, നിങ്ങളെ ഇന്നൊന്ന് ചിന്തിപ്പിച്ചത്,
നിന്നെ വെറുതെ അല്ല വിളിച്ചെന്ന് പറയാനും കൂടെ വേണ്ടിയാ. നീ ശൂന്യമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാ. ശൂന്യങ്കാരത്തിയെ നീ ശൂന്യമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാ. ഒന്ന് ശ്രദ്ധിച്ചേ, ശൂന്യങ്കാരത്തിയെ നീ ശൂന്യമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാ. കുഞ്ഞെ, എനിക്ക് പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടാ, പക്ഷെ ഒരു കാര്യം നന്നായിട്ട് പറഞ്ഞു തരാൻ അറിയാം. വിളിച്ച നിന്റെ മേൽ ആർക്കും, മനുഷ്യനായിട്ടുള്ള ആർക്കും പറഞ്ഞു തരാൻ കഴിയാത്ത ഗുപ്ത നിക്ഷേപങ്ങൾ തമ്പുരാൻ നിന്റെ മേൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നീ ഇന്ന് കണ്ടിന്യൂ ചെയ്യത്തില്ല. അത് ഈ പാസ്റ്റർ പറഞ്ഞു തരാം. നിക്ഷേപം നിന്റെ മേലുണ്ട്, അത് കണ്ടുപിടിക്കേണ്ട നീയാ. കൃപ നിന്റെ മേലുണ്ട്, വ്യാപാരം ചെയ്യേണ്ട നീയാ. ഹല്ലേലൂയ. എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ, ദൈവത്തിന് പ്രവർത്തിക്കാനും പറ്റും. പക്ഷേ അലഞ്ഞു പോകത്തില്ലെന്ന് ഉറപ്പിക്കേണ്ടത് നീയാ. ഹല്ലേലൂയ. കർത്താവിന് എന്ത് ഇതിനപ്പുറം പകരം തരാൻ പറ്റും? തന്നെ തന്നെ തന്നു, തൻ്റെ വായിലെ മൊഴികളും തന്നു, തൻ്റെ ആത്മാവിനെയും തന്നു. ഇതിനപ്പുറം എന്തോ തരാനൊക്കെ? ദൈവത്തിൻ്റെ ജീവനിൽ ഉറച്ചു നിൽക്കുക. കർത്താവിൻ്റെ ജീവന്റെ അകത്ത് നീ സകലത്തിലും വളരാനുള്ള നല്ല വളമുണ്ട്. അങ്ങനെയല്ലേ നമ്മൾ വായിച്ചേ? ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 21-ാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ, ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ അല്ല പഠിച്ചത് എന്നൊരു വാക്യം അവിടെ കാണും. ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ അല്ല പഠിച്ചത്. പിന്നെ എങ്ങനെയാ പഠിച്ചത്? മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി, അവിടെ സ്പിരിറ്റ് എന്ന് എഴുതിയേക്കുന്നത്, സ്പിരിറ്റ്, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവേൻ. ഞാൻ ചുരുക്കി അങ്ങ് പറഞ്ഞേക്കാം, യേശുവിൻ്റെ ജീവനെ ധരിച്ചുകൊള്ളുവേൻ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോകും. ആരുടെയൊക്കെ ലൈഫിൽ ഒരു ആക്ടിവേഷൻ നടക്കുകയാണ് ഈ സെക്കൻഡിൽ. നമ്മൾ ഈ വേർഡ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്ടിവേഷൻ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഒരു ആക്ടിവേഷൻ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ തൊടുകയാണ്. നിന്റെ മേൽ ദൈവം ഇട്ട, നിന്നെ അപ്പോയിന്റ് ചെയ്തതിലേക്ക് നിന്നെ ഉറപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി. നിന്നെ സകലത്തിലും വളർത്തുന്ന ദൈവത്തിന്റെ ശക്തി അത് ജീവന്റെ അകത്തുണ്ട്. പറഞ്ഞേ, അപ്പൊ ആ ജീവൻ എന്നിലേക്ക് ഒഴുകട്ടെ, ആ ജീവൻ എന്നിലേക്ക് ഒഴുകട്ടെ, ആ ജീവൻ എന്നിലേക്ക് ഒഴുകട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഞാൻ ആ ക്രിസ്തുവിന്റെ ജീവൻ ഇതിനകത്ത് റിലീസ് ചെയ്യും. ആ ജീവൻ വന്ന് ചിലതിലേക്ക് തൊടും, ആ ജീവൻ വന്ന് ചിലതിനെ തൊടും, ആ ജീവൻ വന്ന് ചലിക്കാത്തതിൽ തൊടും, ആ ജീവൻ വന്ന് മരിച്ചതിൽ തൊടും, ആ ജീവൻ വന്ന് നിന്റെ ശുശ്രൂഷയെ തൊടും, ആ ജീവൻ വന്ന് നിന്റെ പഴയ മനുഷ്യനെ തൊടും, ആ ജീവൻ വന്ന് നിന്റെ കൃപയെ തൊടും, ആ ജീവൻ വന്ന് തലമുറകളെ തൊടും, ആ ജീവൻ വന്ന് നിന്റെ കൂട്ടാളിയെ തൊടും. ഓ റഫാനേ ശിഖേനിയ, ഓ റഫാദർ ശഖേരിയ. എനിക്ക് വ്യക്തമായിട്ടറിയാം, പലരെയും പരിശുദ്ധാത്മാവ് ഇതിനകത്ത് തൊട്ടു തുടങ്ങുകയാണ്. ജീവൻ വന്നാൽ മരണം മാറി നിൽക്കും, ജീവൻ വന്നാൽ മരണം മാറി നിൽക്കും, ജീവൻ വന്നാൽ മരണം മാറി നിൽക്കും. Lord Jesus, Hora Father, in Jesus name. പിതാവേ, ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മഹത്വം ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെട്ടതിനായി, ഈ ലൈഫ് ഇന്ന് ഞങ്ങളുടെ ലൈഫിലേക്ക് യേശുവിന്റെ ലൈഫ് റിവീൽ ചെയ്തതിനായി, ഞങ്ങളുടെ സ്പിരിറ്റിലേക്ക് ക്രിസ്തുവിന്റെ സ്പിരിറ്റ് റിവീൽ ചെയ്തതിനായി ഞങ്ങൾ നന്ദിയുള്ള
ശക്തിയുള്ളവരായി ഞങ്ങൾ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു പപ്പ. ഇനി വേർഡ് കേട്ട ഒരു ജനം പോലും അപ്പ നശിച്ചു പോകാൻ എൻ്റെ കർത്താവെ നീ അനുവദിക്കല്ലേ. ഈ വേർഡ് കേട്ട ഒരു ജനം പോലും നശിച്ചു പോകാൻ അനുവദിക്കല്ലേ. ഈ വേർഡ് കേട്ട ഒരു വ്യക്തി പോലും ഈ ദൈവ ജീവൻ മറന്നു പോകാൻ, അവർക്ക് അറിയാതെ പോകാൻ എൻ്റെ ദൈവം അനുവദിക്കല്ലേ. അവരുടെ സകല മേഖലകളിലേക്കും, ആത്മീയ മേഖലകളിലേക്കും ഭൗതിക മേഖലകളിലേക്കും ഞാൻ ഈ ലൈഫിനെ റിലീസ് ചെയ്യും. അതിന് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഭയങ്കരമായി ഇന്നത്തെ മെസ്സേജിൽ, ഒത്തിരി ഒച്ചപ്പാടൊന്നുമില്ല, ബഹളമൊന്നും ഇല്ലെങ്കിലും ഇന്നത്തെ മെസ്സേജിൽ ഭയങ്കരമായ ഒരു ലൈഫ് പുറപ്പെട്ടിട്ടുണ്ട്, ജീവൻ പുറപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞവന് പുതിയ ജീവൻ കർത്താവ് നൽകി കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണാം. അതുവരെ കർത്താവിൻ്റെ കൃപയിൽ ദൈവം നമ്മെല്ലാവരെയും സൂക്ഷിക്കും.